ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് സ്വാഗതം. 8-ാം അധ്യായമായിട്ടുള്ള അക്ഷര ബ്രഹ്മയോഗം അല്ലെങ്കിൽ താരക ബ്രഹ്മയോഗം, അതിലെ 5-ാമത്തെ ശ്ലോകമായിട്ടുള്ള അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വെച്ചത്. എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? ആരാണോ അന്ധകാലേച്ച മാം ഏവ സ്മരൻ മുക്ത്വാ കളേബരം, കളേബരം നമ്മുടെ ശരീരത്തിൻ്റെ ആ അവസാന സമയം, മരണം. ഈ മരണവുമായി നമ്മളൊരു, അതായത് നമ്മളെ ഒരു ആള് വിളിച്ചു കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് പ്രധാനപ്പെട്ടൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളെന്താവും? നേരത്തെ കാലത്തെ റെഡിയായിട്ട് 4 മണിക്ക് ഞാൻ വരാം, വണ്ടി കൊണ്ടുവരും, വൈകരുത്, നമുക്ക് കൃത്യസമയത്ത് എത്തണം അവിടെ. അപ്പോൾ 4-ന് ഷാർപ്പ് ഞാൻ 4-5 മിനിറ്റുള്ളപ്പോൾ അവിടെ എത്താം. ഞാൻ ഇറങ്ങുമൊന്നുമില്ല വീട്ടിലേക്ക്, ഞാൻ ഹോണടിക്കാം, വേഗം വരിക, പോവുക. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുമല്ലോ. 3:55, 3:50, 3:30 തന്നെ ചിലപ്പോൾ നമ്മൾ റെഡിയാവും. ആൾ വരുന്നു, കൂടെ അങ്ങോട്ട് പോകുന്നു. നമുക്കിങ്ങനെ പലരുടെ കൂടെ പോയിട്ടും പലരെ കൂടെ കൊണ്ടുപോയിട്ടും ഒക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇതൊരു അനായാസ പ്രക്രിയയായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം. കാരണം ഇത് നിങ്ങളുടെ കൂടെ പോവാതിരിക്കുക എന്നുള്ളത് ഒരാൾക്കും പറ്റില്ലയോ, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ഇല്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏർപ്പാടല്ല. പലയിടത്തും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ല, ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം. അങ്ങനെ ഞാൻ വരുന്നില്ല, ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ ഓരോ കഥകളൊക്കെ ഉണ്ട്. ഹരിശ്ചന്ദ്രൻ്റെയും സത്യവതിയുടെയും ഒക്കെ കഥയിൽ അതൊക്കെ ഇരിക്കും. അങ്ങനെ കഥ വേറെ ഒരു പറഞ്ഞു തരാനും കൂടെ ഉള്ളതാണ്. അപ്പം മൃത്യു വരും, എന്നിട്ടോ നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ എന്താ പറയണത്? അന്ധകാലേച്ച, ഈ പോകുന്ന വേളയിലെ എന്തായാലും പോകണം, ഇത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് നല്ല ബോധ്യം വന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പിന്നെ എന്നാണ് മൂപ്പര് വരുന്നത് എന്നുള്ളതാണ്. കാലെത്രയായി ഞാൻ കാത്തു നിൽക്കുന്നത്, ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എത്രയോ ആളുകളുണ്ട് കേട്ടോ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാർ. അത് കേവലം മതപരമായിട്ടുള്ള ആളുകൾ മാത്രമല്ല, അല്ലാത്തവരൊക്കെ തന്നെ ഉണ്ട്. മതത്തിൻ്റെ ആളുകളാണ് ഇതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൃത്യുഞ്ജയം ജപിക്കുന്നതും വേറെ എന്തൊക്കെയോ ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ. ഇതിനെ ഒഴിവാക്കിയൊന്നും കിട്ടൂല. നിങ്ങൾ എന്ത് മൃത്യുഞ്ജയൊന്നും അതിനുള്ളതും അല്ല. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. അവിടെ മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഈ ലോകവുമായിട്ടുള്ള ബന്ധനത്തെയാണ് മൃത്യു എന്ന് പറയുന്നത്, സംഘത്തെയാണ് മൃത്യു. അപ്പോൾ അമൃതം എന്ന് പറയുന്നതോ ഈ സംഘത്തെ ജയിക്കലാണ്, ഒട്ടലില്ലായ്മയാണ്. അപ്പോൾ ഇവിടെ ഇതാണ്, നമ്മൾ ഒരാളുടെ കൂടെ വളരെ സന്തോഷമായിട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ ശരി മക്കളെ, പോയി വരാം എന്ന് പറഞ്ഞ് നമ്മൾ പലരോട് യാത്ര പറയുന്നുണ്ടല്ലോ. യാത്ര പറയണു, അവരോട് എന്താ ആലിംഗനം ചെയ്യുന്നു. അപ്പോൾ ശരി കേട്ടോ, ശരി, ഇതേ പോയാൽ അറിയിക്കണേ, ഇവരെ അറിയിക്കണേ, അവിടെ എത്തിയാൽ ഉടനെ SMS അയക്കണേ, പിന്നെന്താ ഞാൻ അവിടുന്ന് വാട്സാപ്പിൽ ബന്ധപ്പെടാം എന്നൊക്കെ ഉള്ളതുപോലെ തീർച്ചയായിട്ടും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കണേ. എല്ലാറ്റിനും ഞാൻ വരുന്നുണ്ടെന്നേ. നമ്മളിതിപ്പോൾ ഇതൊന്നും എന്താ പറയുക, അവസാനമല്ലല്ലോ, വരും ഞാൻ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. അപ്പം അങ്ങനെയൊരു പലരോടും പലപ്പോഴും പലയിടത്തേക്കും പല വിധത്തിലുള്ള യാത്രയയപ്പ് നമ്മൾ ഒരുക്കിയിട്ടുള്ളതും നമുക്ക് കിട്ടിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പരിചയമുള്ള ആളുകളാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ കണക്കാക്കി നേരത്തെ തന്നെ തയ്യാറാവണം അതിന്. ഏകദേശമൊക്കെ ഒരു ഡോക്ടറൊക്കെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ സൗകര്യമായി. ഈ മഹാഭാരതത്തിൽ ഭീമൻ
ധർമ്മപുത്രൻ നാളെ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഭീമൻ പെരുമ്പറ മുഴക്കി. എന്തിനാ നീ ഇപ്പം പെരുമ്പറ മുഴക്കിയത്? നാളെ പറയാമെന്ന് പറഞ്ഞു. അല്ല, നാളെ പറയാമെന്ന് പറഞ്ഞാൽ നാളെ ഒരു ദിവസം മൂപ്പർക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പോൾ എന്താ ഇതിനിപ്പോൾ ഇത്ര ഉറപ്പ്? അപ്പോൾ ഇദ്ദേഹം ഇത്ര ഉറപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് ആ സന്തോഷത്തിൽ ഞാൻ പെരുമ്പറ മുഴക്കിയതാന്ന് പറയാം. നിശ്വാസ് കെ ഊപ്പർ ക്യാ വിശ്വാസ് ഹേ എന്ന് പറയും. പുറത്തു വിടുന്ന വായു അകത്തേക്ക് കയറുന്ന എന്താ ഉറപ്പുള്ളത്? കൂട് തുറന്നു വിട്ട കിളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കിളി കൂട് തുറന്നു വിട്ട് സ്വാഭാവികമായിട്ട് അത് പോവുമല്ലോ പുറത്തേക്ക്. പക്ഷേ അത് പുറത്തു പോയിട്ട് നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ല, ഇതെന്താ ഇതിന് പുറത്ത് പോകണ്ടേ എന്ന്. ഇതുപോലെ നമ്മുടെ വായു പ്രാണൻ അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. ഈ പുറത്തേക്ക് പോയാൽ പിന്നെ അകത്തേക്ക് കയറിയിട്ടില്ലെങ്കിൽ എന്താവും? അതോടുകൂടി നമ്മുടെ അക്കൗണ്ട് പൂട്ടി. അപ്പോൾ ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ സംഭവിക്കുന്നതിന് ഇവിടെ പറയുകയാണ് അന്ധകാലേച്ച മാം ഏവ. ആ വന്നു പോകുന്ന ആ സമയം അതിന് തയ്യാറാവണമെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഒരാൾ കൂടെ 4 മണിക്ക് പോകണം ഷാർപ്പായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ന് കുളിക്കാൻ കയറിയാൽ ശരിയാവുമോ? ഇല്ല. നേരത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കണം. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ജീവിതത്തിൽ മൃത്യുവിൻ്റെ കൂടെ പോകാൻ വേണ്ടുന്ന പ്രിപ്പറേഷനൊക്കെ ആദ്യം എടുത്തു വയ്ക്കണം. മൂപ്പരെപ്പോൾ പറയാൻ പറ്റില്ല എപ്പോഴെങ്കിലും ഒരു വണ്ടിയായിട്ട് വരികയെന്ന്. എപ്പോഴാണെങ്കിലും നമ്മൾ റെഡി ആയിട്ടുള്ളൊരു അവസ്ഥയിൽ എത്തിച്ചേരണം. അതാണ് ഇവിടെ പറയുന്നത്. അന്ധകാലെ, മരണവേളയിൽ, അവസാന കാലത്ത് മാം ഏവ സ്മരൻ കളയപരം മുക്ത്വ പ്രയാതി. എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്നു. അത് വളരെ പ്രധാനം. എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യവുമായിട്ട്, പരമമായ സത്യവുമായിട്ട് താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. എന്നിട്ടോ ശരീരത്തെ ഉപേക്ഷിക്കുന്ന ആളെ സംബന്ധിച്ച് മദ്ഭാവം യാതി, എൻ്റെ ഭാവത്തെ, എൻ്റെ അവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പോൾ പിന്നെ എന്തില്ല? 2 എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഈ നമ്മൾ കൈലാസയാത്ര പോകുമ്പോൾ, ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൈലാസയാത്ര നടക്കാതിരുന്നു. കോവിഡിന് ശേഷം പിന്നെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പൊളിറ്റിക്കലായിട്ട് എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യക്കാർക്ക് കൈലാസത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ വർഷം അത് ഏറെക്കുറെ ക്ലിയറായിട്ടുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള അറിവ്. അതുകൊണ്ട് ഈ വർഷം യാത്രയുണ്ടാവും. പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നുണ്ട്. ആരൊക്കെയോ താല്പര്യം പറയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഈ വരുന്ന യാത്ര എന്ന് പറഞ്ഞാൽ 19ാമത്തെ യാത്രയായിരിക്കും. 18 യാത്രകൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 18 വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഓരോ യാത്രയും വ്യത്യസ്തമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ കൈലാസത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഈ പരിക്രമ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് ഈ ഡാർച്ചൻ എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ ദർശൻ എന്നുള്ളത് ഡാർച്ചൻ എന്നാണ്. അവിടുത്താണ് നല്ല കൈലാസ ദർശനം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഈ മൃത്യുവിൻ്റെ മുഖമുണ്ട്. യമദ്വാരം എന്നാണ് പറയുക. യമദ്വാർ. ഞങ്ങൾ അവിടെ ഇരുന്ന് കഠോപനിഷത്തൊക്കെ ചൊല്ലിയിട്ടൊക്കെയാണ് പലപ്പോഴും കഠോപനിഷത്തിലെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആളുകളെ, അത് ഓരോ സമയങ്ങളിൽ ചിലപ്പോൾ അവർ അതിനൊന്നും അവിടെ പറ്റാതെ കൊണ്ടുപോയി നേരെ അതിൻ്റെ ബോർഡറിൽ തന്നെ കൃത്യസ്ഥലത്ത് തന്നെ കൊണ്ടുപോയി നമ്മളെ വണ്ടിയൊക്കെ ഇറക്കും. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരലൊന്നും നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര എന്ന് പറയുമ്പോൾ ഈ യമദ്വാരം നമ്മൾ കടക്കും. അതൊരു കവാടമാണ്. ആ കവാടത്തിന് പറയുന്നത് മൃത്യുമുഖം എന്നാണ്. സിംബോളിക്കായിട്ടുള്ള ഒന്നാണ്. അതിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിയാവും. കാരണം ഈ യാക്കിൻ്റെ തലയോട്ടികൾ, അതിൻ്റെ ആ കൊമ്പോട് കൂടിയിട്ടുള്ള ഈ തല, അതിൻ്റെ സ്കെൽട്ടൻ ഉണ്ടാവും, കൊമ്പും ഉണ്ടാവും. അതിങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്, നിറയുണ്ട്. പിന്നെ കുറേ മണികളും. ഇതവർ ആരാധിക്കുന്ന ഒരു, നമ്മുടെ തിബറ്റൻ ബുദ്ധിസ്റ്റുകളല്ല ആരാധിക്കുന്നത്, അവിടെയുള്ള ലോക്കൽ ആൾക്കാരുണ്ട്. അവർ ഇത്തരം ആരാധനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യാക്ക് ശരിക്കും പറഞ്ഞാൽ യമൻ്റെ വാഹനവുമാണ്. നമ്മൾ കേട്ടില്ലേ, യമൻ പോത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ
വരിക എന്ന് പറയുക. അപ്പോൾ അത് കൈലാസത്തിൽ പോയാലാണ് നമുക്ക് കൃത്യമായിട്ട് അത് ബോധ്യമാവുക. കാരണം ഇവന്മാരിങ്ങനെ അവിടെ ചുറ്റി നമുക്ക് വേണ്ടുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ രണ്ടാമത്തെ ദിവസത്തെ പരിക്രമയിൽ കൊണ്ടുപോകുന്നത് ഈ യാക്കിൻ്റെ പുറത്താണ്. അത് എത്ര ഭാരം വേണമെങ്കിലും എടുത്തോളും. നമുക്ക് കയറാൻ പറ്റില്ല. കയറാം, നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷേ അതിന് ഇരിക്കാൻ, കുതിരപ്പുറത്ത് ഇരിക്കാനുള്ളത് പോലെയൊന്നുമില്ല. അതിൻ്റെ ആ രോമം തന്നെ കഴുത്തിൽ അള്ളിയൊക്കെ പിടിച്ചിരിക്കണം, എന്നാലും അത് നമ്മൾ താഴേക്കൊക്കെ വീഴും. പക്ഷേ ഇതിന് വേറൊരു കാര്യമുണ്ട്. കുതിരയെ പോലെ ഇത് നിയന്ത്രിച്ച് ഇത് അങ്ങനെ പോയി, ഇത് തോന്നിയ വഴിക്ക് പോകും. അത് ഇങ്ങനെ ചിലപ്പോൾ അങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും അങ്ങനെയൊക്കെയാണ്. കുതിരയെ പിന്നെ തെളിക്കാനൊരാളുണ്ടാവും. പിന്നെ അതൊന്നുമില്ല. മൂപ്പര് നമ്മളൊരു ട്രയലിന് കയറിയതാണ്, ഒരു തമാശയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. കുറച്ച് ദൂരം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ യമദ്വാരം നമ്മൾ കടക്കുന്നത് ഒരു സങ്കല്പം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് കൈലാസത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്ന ത്രിമൂർത്തി സനാതന ധർമ്മത്തിലെ 3 സൃഷ്ടി സ്ഥിതി സംഹാരം. ഇവർ 3 പേരല്ല, 3 പ്രക്രിയയാണ്. അച്ഛൻ എന്ന നിലയിൽ കുട്ടികളുടെ മുന്നിൽ ഒരാൾ അച്ഛനാണെങ്കിൽ, ഭാര്യയുടെ മുന്നിൽ ഭർത്താവാണെങ്കിൽ, ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓഫീസർ, എങ്ങനെയാണോ ഒരാൾ പല പദവികളിലിരിക്കുന്നത്, പല പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്, അതുപോലെയാണ് ഒരു സത്യം 3 പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. എന്താണ്? സൃഷ്ടി സ്ഥിതി സംഹാരം. ഇതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. ഞങ്ങൾ 3 അല്ല എന്ന് പല ആവർത്തി ധർമ്മശാസ്ത്രത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോഴും അത് പലതും 3 എന്തോ ആവട്ടെ. അപ്പോൾ ഈ 3 ദേവതാ സങ്കല്പമാണ് സനാതന ധർമ്മത്തിലെ ഏറ്റവും വലിയ ഒരു ഉയർന്നു നിൽക്കുന്നതായിട്ട് പറയാം. അപ്പോൾ ഇതിൽ ബ്രഹ്മാവിൻ്റെ ഇടം എന്ന് പറയുന്നത് ബ്രഹ്മലോകമാണ്. ബ്രഹ്മലോകത്ത് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നതല്ല, മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുന്ന, നാരദരെ പോലുള്ള ദേവർഷികളൊക്കെ യാത്ര ചെയ്യുന്നതായിട്ടാണ് സങ്കല്പം. അവരവിടെയാണ് ബ്രഹ്മലോകത്ത്. പിന്നെ ബ്രഹ്മലോകം പ്രാപിച്ചു എന്നൊക്കെ പറയും. എന്തായാലും ഈ സ്ഥൂല ശരീരം കൊണ്ട് സാധ്യമല്ല. പിന്നെയുള്ളത് വിഷ്ണുവാണ്, വൈകുണ്ഠമാണ്. വൈകുണ്ഠവും വിഷ്ണുവിൻ്റെ സ്ഥലം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ വൈകുണ്ഠമാണ്. ആ വൈകുണ്ഠവും ഈ സ്ഥൂല ശരീരം കൊണ്ട് സാധ്യമല്ല. പിന്നെയുള്ളത് ശിവൻ്റെതാണ്. ശിവൻ്റെ ഇടം കൈലാസമാണ്. കൈലാസം സാധ്യമാണ് നമുക്ക്. അപ്പോൾ ഈ ത്രിമൂർത്തി സങ്കല്പത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ നമ്മുടെ ശരീരത്തെ തന്നെ അവിടെ എത്തിക്കാൻ സാധിക്കൂ. പക്ഷേ ഈ യമദ്വാരം നമ്മൾ കടക്കുന്നത് മൃത്യുമുഖം താണ്ടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പേടിയാവും. അതിൽ ഒരു ചെറിയൊരു ഇതാണ്, അതിനുള്ള ഒരു കവാടമാണ്. അതിൻ്റെ തലയിൽ മുഴുവൻ മൊത്തം മണികളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ഈ തലകളും ഇതൊക്കെ അങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഭയാനകമായിട്ടുള്ളൊരു ഇതാണ് പെട്ടെന്ന് കാണുമ്പോൾ. അപ്പോൾ അതിലേ അങ്ങോട്ട് കടക്കുന്ന ഒരു മോമെൻ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു എന്തോ ഒന്ന് ഫീൽ ചെയ്യും. നമുക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തേതൊക്കെ ഒരു വല്ലാത്ത ഒന്നായിരുന്നു. അപ്പോൾ എന്താണത് സങ്കല്പം? നമ്മളൊരു പുതിയ ശരീരമാണ്. ഒരു മരണം, നമ്മുടെ ഒരു മൃത്യു നടക്കുകയാണ് അവിടെ. സിംബോളിക്കായിട്ടുള്ളൊരു മൃത്യു. നമ്മൾ ഈ സന്യാസമൊക്കെ സ്വീകരിക്കുമ്പോൾ അന്ത്യേഷ്ടി എന്ന് പറയുന്ന കർമ്മം ചെയ്യാനുണ്ട് സന്യാസത്തിൽ. സ്വയം ആത്മപിണ്ഡം വയ്ക്കുന്നതാണ്. അപ്പോൾ വിരജാഹോമം ഉണ്ട്. അപ്പോൾ അതിൽ എൻ്റെ മരണത്തിന് ഞാൻ തന്നെ പിണ്ഡം വയ്ക്കും. അപ്പോൾ ഈ പഴയ ആൾ ഇല്ല, പിന്നെയുള്ളത് പുതിയ ആളാണ്. അതുകൊണ്ടാണ് സന്യാസത്തിന് പുതിയ നാമവും കാര്യങ്ങളൊക്കെ വരുന്നത്, സിംബോളിക്കായിട്ട്. അപ്പോൾ അവിടെയും അങ്ങനെയാണ്. നമ്മൾ ഈ യമദ്വാരം കടന്ന് അങ്ങോട്ടേക്ക് മുന്നോട്ട് യാത്ര തുടങ്ങുമ്പോൾ നമ്മളൊരു ഒരാളാണ്, പുതിയൊരു ശരീരമാണ്. പിന്നെ അത് ശിവൻ്റെ വാഹകരാണ് നമ്മളെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഒരു സറണ്ടർ വേണം. നമ്മൾ പലപ്പോഴും നമ്മൾ യാത്രികരോട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലരതനുസരിക്കും. അങ്ങനെ ഈ മൗണ്ടനുമായിട്ട് നമ്മളൊന്ന് ട്യൂണായാൽ പിന്നെ കാര്യങ്ങൾ. അല്ലാതെ ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ട്, ഞാൻ മൗണ്ടനേറിയൻ ക്ലബ്ബിൽ പോയിട്ടുണ്ട്, ഞാൻ പുറത്ത് നിറയെ 10-50 ഇഷ്ടിക വെച്ച് ഡെയിലി 25 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മുടെ അനുഭവം വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ പട്ടി കിതയ്ക്കുന്ന പോലെ അവിടെ കിതച്ചിട്ട്
തിരിച്ചു പോരുന്നതാണ് പതിവ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഇത്തരം കായികമായ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ചെരുപ്പിടാതെ ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞാൽ പല പല വിദ്വാന്മാരെ നമ്മൾ എന്താ പറയുക പല വിധത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഈ സിംബോളിക്കായിട്ട് തന്നെ മൃത്യുവിനെ നമുക്ക് രമണ മഹർഷിയൊക്കെ ചെയ്തതുപോലെ മൃത്യു വരുമ്പം എങ്ങനെയാണ് നമ്മൾ മൃത്യുവിൻ്റെ കൂടെ പോണത്. നമ്മൾ പലതിനും ട്രയൽ എടുക്കുന്നുണ്ടല്ലോ, അതേപോലെ നമുക്കത് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മൃത്യു മറ്റുള്ളവരെങ്ങനെയായിരിക്കും, അവരുടെ മനസ്സിലുണ്ടാക്കുന്ന വിക്ഷോഭങ്ങൾ എന്തൊക്കെയായിരിക്കും, ആരൊക്കെ നമുക്ക് വേണ്ടി കരയും, അവരെത്ര കാലം കരയും, ആരൊക്കെ നമ്മളെ കാണാൻ വരും, നമ്മളെക്കുറിച്ച് നല്ല വാക്ക് ആരൊക്കെ പറയും. ഇതെല്ലാം നമ്മളിത് ഈ മരണം എന്ന് പറയുമ്പോൾ മരണത്തെക്കുറിച്ച് പറയരുത്, വേറെ എന്തെങ്കിലും നല്ല വർത്തമാനം പറയൂ, ഇങ്ങനെ കുറേ ധർമ്മവിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ധർമ്മമായിട്ട് നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നുകൂടിയിട്ടുള്ളത്. സനാതന ധർമ്മത്തിൽ അങ്ങനെ ഇല്ല. മൃത്യു മരണമെന്നും മരണ വാർത്തയാവട്ടെ, മരണം പ്രാപിച്ച ഒരു മൃതശരീരത്തെ കാണുന്നതാകട്ടെ, മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാകട്ടെ, അതെല്ലാം ശുഭകരമായിട്ടുള്ള ഒന്നാണ്. കാരണം ഒരു പഴുത്ത ഇല വീഴുന്നത് പോലെയുള്ള ഒരു ഒരു സീസൺ മാറുമ്പോൾ എന്ത് മനോഹരമാണ്. ഇലകളൊക്കെ പൊഴിഞ്ഞ് പുതിയ ഇല വരുന്ന, ഈ ഇല പൊഴിയുന്ന സമയം അതിൻ്റെ വാർദ്ധക്യമാണ്. ആ ഇല കളർ ചേഞ്ച് ആവുന്നത്. അത് നമ്മൾ ഈ നാഷണൽ പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഉണ്ട്, നോർത്തിലേക്ക് പല സ്ഥലങ്ങളിലൊക്കെ സീസണിൽ നമ്മളെവിടെയും നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിയുന്ന സമയത്ത് ഇലകളുള്ള മറ്റു വൃക്ഷങ്ങളുണ്ട് സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ഇത് എല്ലാം മിക്സഡായി കിടക്കുന്നതുകൊണ്ട് നമുക്കത് മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. മറ്റേത് അങ്ങനെയല്ല, ഇല പൊഴിയുമ്പോൾ സകലതും അങ്ങോട്ട് ഇല പൊഴിയുകയാണ്. ഇല കിളിർക്കുന്ന സമയത്തോ എല്ലാം കിളിർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. ഈ ഇലകളെല്ലാം ഷെയ്ഡ് നിറം മാറി മാറി വരും. അത് പഴുക്കാൻ തുടങ്ങുമ്പോൾ മഞ്ഞയാവും. പിന്നെ അത് കുറച്ചും കൂടെ ഇതാവുന്ന സമയത്ത് ഒരു ബ്രൗൺ ആവും. അപ്പോഴൊക്കെ ഈ സൂര്യൻ്റെ കിരണങ്ങൾ ഇതിൽ ഏൽക്കുമ്പം അത് തീ പിടിച്ച പോലെ ഉണ്ടാവും. ഇത് കാട് പോലെ കിടക്കുക, കാടല്ലേ, അതിമനോഹരമാണ് ആ കാഴ്ച. അപ്പം അതെങ്ങനെ അതിമനോഹരമാകുന്ന കാഴ്ച, പ്രകൃതിയിൽ ഓരോന്നും വാർദ്ധക്യം പൂണ്ട് അത് കൊഴിഞ്ഞു വീഴുന്നതും അതുപോലെ തിളിർത്ത് വരുന്നതും ഒക്കെയുള്ള പ്രതിഭാസം അത് തന്നെയാണ് ഇവിടെയും. മൃത്യു എന്ന് പറയുന്നത് ഏറ്റവും സൗന്ദര്യാത്മകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ പറഞ്ഞത് മൃത്യുസ്യ ഉപസേചനം കഹ. അത് ആസ്വാദക വസ്തുവാണെന്നാണ്. തൊട്ടുകൂട്ടാനുള്ള ഒരു കൂട്ടുകറി പോലെ, അച്ചാറ് പോലെ, ഉപ്പിലിട്ടത്, പുളിയിഞ്ചി എന്നൊക്കെ പറഞ്ഞ പോലെ സദ്യക്ക് നാവിന് ഒരു നല്ലൊരു രസം പകരുന്നതാണ് മൃത്യു. മൃത്യു വൈ പ്രമാദ, അതൊരു തെറ്റിദ്ധാരണയുമാണ്. കാരണം പുതിയൊരു ആ പ്രക്രിയയുടെ ഭാഗമാണ്. അപ്പോൾ അതിനെ ഞാൻ എങ്ങനെ, അത് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നമ്മൾ ഇതിനിങ്ങനെ എന്താ പറയുക, വരുമ്പോഴേക്കും ഡൈ അടിച്ച് ഞാൻ പ്രായമായിട്ടുള്ളവനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും മൃത്യുവിനെ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അകറ്റി നിർത്തിയതുകൊണ്ട് അത് അകന്നു പോകുന്നതല്ല. എന്നാൽ അതുമായിട്ട് താതാത്മ്യപ്പെടാൻ വേണ്ടി കയറും എടുത്ത് തൂങ്ങണം എന്നുമല്ല. ഇതിനെ നമ്മൾ ചിന്ത ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് ഇങ്ങോട്ട് വന്ന് വിളിക്കുമ്പോൾ ഞാൻ പോവുക, അയ്യോ ഞാൻ ഇല്ലേ, കുട്ടികൾ സ്കൂളിൽ ചേർത്ത് അമ്മ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ കരയുന്നത് പോലെയാണോ? അതോ സ്കൂൾ ബസ് വരുമ്പോഴേക്ക് ഓടി ചാടി കയറി പോകുന്ന ഉത്സാഹത്തിൽ പോണ പോലെയാണോ? യമൻ്റെ ബസ് വരുമ്പോൾ, സ്കൂൾ ഓഫ് യമ, കുറേ ആളുകളെ കയറ്റിയിട്ട് മൂപ്പരിങ്ങനെ ഒരു റൂട്ട് അടിക്കുകയാണ്. മൂപ്പർക്കറിയാം ഏതൊക്കെ ഇവിടുന്നൊക്കെ ആളെ കയറ്റാനുണ്ട്, എവിടെയൊക്കെ ആളെ ഇറക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് കയറാൻ ഈ ബസ് വരുന്നതിന് മുമ്പേ സ്റ്റോപ്പിൽ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടോ നമുക്ക്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് സ്വയം പരിശീലിക്കാനുമുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഭാവത്തെ, പിന്നെ എന്താന്ന് പറഞ്ഞാൽ മൂപ്പരുമായിട്ടൊരു എന്തെങ്കിലും തരത്തിലുള്ള ഇത് ഇയാൾ എന്നെ നിർബന്ധമായിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ വന്നു, നിങ്ങളെന്തിനാണ് വന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ
അതുകൊണ്ട് മൂപ്പരുമായിട്ടൊരു ഉടക്കിൻ്റെ കാര്യമില്ല, ഭയപ്പാടിൻ്റെ കാര്യമില്ല. സ്നേഹത്തോടു കൂടി പോയാൽ എന്ന് പറയുന്നതാണ് മദ്ഭാവം യാതി, എൻ്റെ ഭാവത്തെ പ്രാപിക്കും. എന്തൊക്കെയാണ് യമേട്ട വിശേഷം? ഇത്ര കാലമായി ഇത്രയും അവസരം തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് പോവാം. സന്തോഷമായിട്ട് കൂടെ അങ്ങോട്ട് ഇറങ്ങുക. പോകുമ്പോഴോ എല്ലാവരോടും മനസ്സുകൊണ്ട് യാത്രയും പറയാം. ശരി മക്കളെ, പോയി വരാം. അപ്പം അവർ പറയും, അയ്യോ അച്ഛാ പോവല്ലേ എന്നൊക്കെ അവർ പറയും. അത്ര സംശയ നാസ്തി, എന്നെ പ്രാപിക്കും എന്നതിൽ സംശയം വേണ്ട. ആകെ വേണ്ടത് എന്താണ്? ഈ യാഥാർത്ഥ്യവുമായി മനസ്സിനെ പൊരുത്തപ്പെടാൻ അർജുന നീ പരിശീലിക്കണം, ശ്രമിക്കണം. ഇത്രയേ വേണ്ടു. തുടർന്ന് ഭഗവാൻ പറയുന്നു, യം യം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേപരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. ഈ മുൻപറഞ്ഞ ആശയത്തെ ഭഗവാൻ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ച് നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരുന്നു. എന്താണ്? ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, യം യം വാവിസ്മരൻ ഭാവം, യം യം വാ ഭാവം അപി വാ അന്തകാലേ, യാതൊരുവനാണോ യഹ, യാതൊരുവൻ അവൻ്റെ ആ അവസാന വേളയിൽ, ശരിക്കും പറഞ്ഞാൽ നിദ്ര ഒരു മരണമാണ്. നിദ്രയിലേക്ക് പോകാൻ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? നമുക്ക് പോകാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് വിഷമം, അല്ലേ? ഇതൊരു ദീർഘമായ നിദ്ര, അത്രയേ ഉള്ളൂ. ഭയപ്പെടേണ്ടതൊന്നുമില്ല. ഉറങ്ങുന്നതിന് എന്തിനാ ഭയം? പക്ഷെ നമ്മുടെ ഭയപ്പാട് എന്താന്ന് പറഞ്ഞാൽ, കുറേ സാധനങ്ങൾ നമ്മളിവിടെ പുറത്ത് നമ്മുടെ പേരിലുണ്ട്. അതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ അനുഭവിക്കുമല്ലോ, ഞാൻ ഇനി അത് അനുഭവിക്കാനില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ സംഘം എന്ന് പറയുന്നത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. സംഘമാണ് മൃത്യു. അപ്പം അന്തേ യം യം വാ ഭാവം അപി, മരണസമയത്ത് യം യം വാ, ഏതേത് ഭാവം, അപി ഏതേത് ഭാവമാണെങ്കിലും, സ്മരൻ കളേപരം ത്യജതി, ഏതേത് ഭാവത്തെയാണ് സങ്കൽപ്പിച്ച് മനസ്സ് സ്മരിച്ച് ശരീരത്തെ കളേപരം ത്യജതി, ശരീരം ഉപേക്ഷിക്കുന്നത്, സഹ അവൻ, സദാ തദ്ഭാവഭാവിത, അവന് അതേ രൂപത്തിലുള്ള ഭാവനയ്ക്ക് അനുസൃതമായി തം തം ഏവ ഏതി, അവൻ അതിനെ പ്രാപിക്കും. ഇതാണ് മുൻപും പറഞ്ഞിട്ടുള്ള ഇവൻ്റെ കർമ്മങ്ങളിൽ പൂർത്തീകരിക്കപ്പെടാത്ത സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന തീവ്രമായ ഇച്ഛയോട് കൂടിയിട്ടാണ് അവൻ ഈ ശരീരം വിടുന്നതെങ്കിൽ അതിൻ്റെ ബാക്കി പൂർത്തീകരണത്തിനായിട്ട് അവന് വന്നേ പറ്റൂ. രണ്ട് നിലയിലാണെങ്കിൽ. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അർജുനൻ്റെ ചോദ്യം, ചിന്നാഭ്രമിവ നശ്യതി എന്ന് ഒരു സന്ദേഹം അർജുനൻ ഭഗവാനോട് ചോദിച്ചപ്പം ഭഗവാൻ പറഞ്ഞു, ഇല്ല, അവന് തുടങ്ങി വെച്ചതിനൊരു നാശമില്ല. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതകച്ചതി, മോനെ അങ്ങനെയൊരു ദുർഗതി അവനുണ്ടാവില്ല. യോഗിനാം കുലേ ഏവ ഭവതി, അനുയോജ്യമായ നല്ലൊരു സ്ഥലത്ത് അവൻ ജനിച്ച് അവൻ അതിൻ്റെ പൂർത്തീകരണം നടത്തും. ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ വട്ടത്തിൽ. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം. പിന്നെ മൂപ്പര് ഒരു ദിവസം പാടും, ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ, ഇതൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന്. അതുകൊണ്ട് നീ എന്താണ് വേണ്ടത്?
എന്നാണെങ്കിൽ ഭഗവാൻ ഇവിടെ പറയുന്നു. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിതമനോ ബുദ്ധിഃ മാമേ വൈഷ്യസ്യ സംശയഃ. തസ്മാത് അതുകൊണ്ട് സർവേഷു കാലേഷു മാം അനുസ്മര. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. ആ സമയത്ത് എന്നല്ല, മരണസമയത്ത്. അത് എപ്പോൾ എവിടെ എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല, നിശ്ചയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യച. എപ്പോഴും എല്ലാ കാലങ്ങളിലും എന്നെ തന്നെ മാം അനുസ്മര, വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ എന്ന് പറയുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചട്ടക്കൂട്ടിൽ കൊണ്ടുപോയി കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്നൊന്നും പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞോളൂ നിങ്ങൾ. പക്ഷെ ഇവിടെ പറയണ്ട. ഇവിടെ ഇത് ഓരോന്ന് പറയേണ്ടടുത്താണ് പറയേണ്ടത്. ചേരുംപടി ചേർക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കുഴപ്പത്തിലാവും. അധ്യാപകൻ കുട്ടികളോട് ചോദിച്ച പോലെ, അധ്യാപകൻ വിദ്യാർത്ഥികളെ തല്ലി ഭാവി കാലത്ത് പറയാൻ പൊരുത്തം പറഞ്ഞു. അവൻ ഭാവി എന്നെ പറഞ്ഞു കൊടുത്തു. വിദ്യാർത്ഥികൾ അധ്യാപകനെ തല്ലും. അപ്പം അങ്ങനെ നമ്മളിവിടേക്ക് അനാവശ്യമായിട്ട് ഓരോന്നും കെട്ടിവലിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. എന്തിനാണ് നമ്മളിതിങ്ങനെ വീണ്ടും വീണ്ടും പറയണതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സാണേ. മനസ്സ് കൊണ്ടുപോയിട്ട് അതിൽ കൃഷ്ണ, ഗുരുവായൂരപ്പാ, ഭഗവാനേ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. ചിന്മയാൻ സ്വാമികൾ പറയും കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നൊക്കെ പറയുമ്പോൾ ഇത് പറയുന്ന ആരാണ്? മനസ്സാണ്. ഇവൻ ഉടായിപ്പ് വീരനാണ്. ബുദ്ധി ചോദിക്കും ഏത് ഗുരുവായൂരപ്പൻ, ഏത് കൃഷ്ണൻ എന്ന്. അപ്പോൾ അവനോടെന്താ പറയുക? ഉണ്ടായിരടാ അവിടെ. സ്വാമിജി പറയുന്നത് ഏറ്റവും വലിയ കൃഷ്ണഭക്തനാണ്. സ്വാമിജിയുടെ ഗുരുവാണെങ്കിലോ തപോവൻ സ്വാമികൾ. തപോവൻ സ്വാമികളാണെങ്കിൽ മുഴുവൻ ഹിമവത് വിഭൂതി, ഒന്നിലും പിടി വഴങ്ങാത്ത ആളാണ്. പരമവൈരാഗിയാണ്. പക്ഷെ ഗുരുവായൂരിലെ ചന്ദനം ഇവിടുന്ന് ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പം അതിനെക്കുറിച്ച് സ്വാമിജി വിവരിക്കുന്നുണ്ട്. ഈശ്വരൻ്റെ ഗന്ധം എന്നാണ് പറയുന്നത്. ഗന്ധരൂപിയായ ഭഗവാൻ, അതെ, സഗുണമാണ്. നിർഗുണത്തിൻ്റെ പാരമ്യതയിൽ വിരാജിക്കുന്ന മഹാത്മാവാണ് സ്വാമി തപോവൻ. തപോവൻ സ്വാമികളുടെ വാക്കാണ്. അപ്പം ഇത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ പിന്നെ ഉടനെ എന്താ പറയുക, ഇയാൾ അമ്പലത്തിനെതിരാണ്, ഇയാൾ അതിനെതിരാണ്, ഇയാൾ ഇതിനെതിരാണ്. അപ്പോഴാണെങ്കിൽ നിങ്ങൾ ഉപനിഷത്തൊക്കെ ഇതിനെതിരാണെന്ന് പറയണം. ഇപ്പോൾ വാസിഷ്ഠത്തിൽ ദൈവനിരാകരണം എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഉണ്ട്. വസിഷ്ഠൻ രാമനോട് പറയണതാ. വസിഷ്ഠൻ പറയണം, രാമ, ഈ ദൈവം എന്ന് പറയുന്നത് തട്ടിപ്പാണെന്നാ. അത് അലസന്മാർ സൃഷ്ടിച്ചെടുത്തതാണ്. വാസിഷ്ഠ പറയുന്നു. അതുകൊണ്ട് പുരുഷപ്രയത്നമുണ്ട്, അധ്വാനം. അതിനെന്താണ്? അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുക. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് തീരുമാനം എടുത്ത് കളയരുത്. ഈ അറിവ് അത് അറിവ് അനുഗ്രഹിക്കപ്പെടുന്നത് എപ്പോഴാണ്? അത് സമഗ്രമായി അറിയുമ്പോഴാണ്. അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുക. അത് അനുഗ്രഹമാകണമെങ്കിൽ എന്തു വേണം? ഈ മനനം എന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ട്. അത് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും കിട്ടുന്നതല്ല. അപ്പം നമ്മുടെ ഡിഗ്രി മുഴുവൻ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അവിടെ നിന്നൊന്നും അത് കിട്ടില്ല.
പിന്നെ ഇതുമായിട്ട് പുലബന്ധമില്ലാത്ത ഓരോ പൊട്ടന്മാരോരോന്ന് പറയുന്നത്. അവരോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഓരോന്ന് പറയുന്നത്. എന്തും പറയാം. പിന്നെ ഇതിനൊന്നും ഇപ്പോൾ ആരും കേസൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് തസ്മാത്, അതുകൊണ്ട് സർവേഷു കാലേഷു, എല്ലാ സമയത്തും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ഇതുമായിട്ട് വലിയ താല്പര്യമില്ലാത്തവർക്ക് എന്താ തോന്നുന്നതെന്നറിയോ? അല്ല, ഈ എല്ലാ കാലത്തും നിങ്ങൾ ഈ പറയുന്ന ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്ന അവിടെ വേറെ പണിയൊന്നും എടുക്കണ്ടേ? അതാണ് ഇവരുടെ ഈ പ്രശ്നം. അതാണ് ഇതിനെ ഭാഗികമായി മനസ്സിലാക്കുക എന്ന് പറയും. നിങ്ങൾ എന്ത് പണിയാണോ എടുക്കുന്നത് ആ പണി എന്താണ്? ഈശ്വര പൂജയാണ്. നിങ്ങൾ അതിൽ നിങ്ങളുടെ കരചരണങ്ങൾ എവിടെയാണോ നിങ്ങളുടെ മനോബുദ്ധി അവിടെ ഉണ്ടായിരിക്കട്ടെ. അത് പ്രധാനമായിട്ടുള്ളതാണ്. അവിടേക്ക് നിങ്ങൾ ആരെയും കെട്ടിവലിച്ച് കൊണ്ടുവരണ്ട. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചക്കക്കുരു വരണ്ടാണെങ്കിലും അതിൽ ശ്രദ്ധിക്കൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേക നാമൊന്നും ചൊല്ലേണ്ട കാര്യമില്ല. ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ചിലരുണ്ട് നാമം ചൊല്ലിയൊക്കെ ഓരോന്ന് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കഴിക്കാൻ തോന്നുക. കാരണം ഇതിങ്ങനെ വായെന്നൊക്കെ ഓരോന്ന് പുറത്തേക്ക് ആടുന്നുണ്ട്. മാസ്ക് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നാമം ചൊല്ലണമെങ്കിൽ നിങ്ങൾ മാസ്ക് ഇട്ട് ചൊല്ലിക്കോളൂ. എന്നാൽ പിന്നെ കാണുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് സാധ്യതയുണ്ട്, അവർക്ക് ഒരർപ്പുണ്ടാക്കും. അപ്പം നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് ഈശ്വര പൂജയാണ്. രമണ മഹർഷി പറഞ്ഞ പോലെ ജഗത ഈശധി യുക്ത സേവനം അഷ്ടമൂർത്തി ഭൃദേവ പൂജനം. ജഗതീശ്വരനായിട്ട്, എങ്ങനെയുള്ള ജഗതീശ്വരൻ? അഷ്ടമൂർത്തിധരനായിട്ടുള്ള ഭഗവാൻ എൻ്റെ പൂജയാണ്. ഭഗവാൻ തന്നെ പറഞ്ഞുവല്ലോ ഗീതയിൽ 4-ാം അധ്യായത്തിൽ. എന്താ ഇങ്ങനെയാ പറഞ്ഞത്? യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമതർപ്പണം. പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഇന്നെന്ന കാര്യങ്ങളൊക്കെ നീ മുടക്കം കൂടാതെ ചെയ്യണം. രാവിലെ എണീറ്റ് നീ വിളക്ക് കത്തിക്കണം, ഇത്ര നേരം നാമം ജപിക്കണം, അമ്പലത്തിൽ പോകണം, അത് ചെയ്യണം, മാലയിടണം. യത് കരോഷി, നീ എന്തു ചെയ്യുന്നു? നീ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നു, എന്നെ സ്മരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ ശ്രദ്ധിക്കൂ. അപ്പോൾ പല്ല് തേക്കൽ നിനക്ക് എന്താക്കാം? പൂജയാക്കാം. അപ്പോൾ പ്രത്യേകം പൂജയ്ക്ക് പോകണ്ട. അപ്പോൾ കുറച്ച് നന്നായിരിക്കും പല്ലൊക്കെ. യത് കരോഷി യത് അശ്നാസി, ഭക്ഷിക്കുന്ന സമയത്ത്. യത് ജുഹോഷി, ഇനി വല്ല ഓമാദിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. ദദാസി, കൊടുക്കുന്ന സമയത്ത്, മേടിക്കുന്ന സമയത്ത്. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി, നീ വല്ല വ്രതോ കാര്യങ്ങളോ ഒക്കെ നോൽക്കുന്നു, എന്തെങ്കിലുമൊക്കെ സഹനവുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ, ഒരു ക്യൂ നിൽക്കുകയാണെങ്കിൽ പോലും അതൊരു തപസ്സാണ്. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മതർപ്പണം. മതർപ്പണം തത്കുരുഷ്വ, അത് എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം എന്താണ്? ഒരു സനാതനധർമ്മത്തിൽ ഭഗവത്ഗീതയിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ അമ്പലത്തിൽ പോവുകയോ ഇത്യാദി കാര്യങ്ങളോ ചെയ്യേ, അയാളുടെ എല്ലാം ഈശ്വര പൂജയാണ്, കൃഷ്ണപൂജയാണ്. അപ്പോൾ അയാളെ നോക്കിയിട്ട് നിന്നെ അമ്പലത്തിൽ കാണുന്നില്ലല്ലോ, നിന്നെ എൻ്റെ കയ്യിലെന്താ ചരടില്ലാത്തത്, നിൻ്റെ നെറ്റിയിൽ എന്താ കുറിയില്ലാത്തത്, ഉത്സവത്തിന് കാണുന്നില്ലല്ലോ എന്നൊന്നും ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കും ഇല്ല. കാരണം അങ്ങനെ ഒരാൾ ഇത് മുഴുവൻ ഉൾക്കൊണ്ട ഒരാളായിരിക്കും. അയാളെ സംബന്ധിച്ച് കർമ്മങ്ങളിൽ അയാൾ ഈശ്വരനെ കാണും. ഇത് മറ്റേതല്ല, അമ്പലത്തിൽ പോകുന്നതിനൊന്നും ഒരു മുടക്കവുമില്ല.
അമ്പലത്തിൽ നിന്ന് നടയിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പുറത്തുനിന്ന് ആളുകളോട് പറയുന്ന വാക്ക് കേട്ടാൽ, പ്രവൃത്തി കേട്ടാൽ, കണ്ടാൽ തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യ, എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക. മയി അർപ്പിത മനോബുദ്ധി, എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സും ബുദ്ധിയും, മാം ഏവ ഏഷ്യസി അസംശയം, നീ എന്നെ തന്നെ പ്രാപിക്കും, അതിൽ സംശയമില്ല. അതായത് സമാധാനപൂർണമായിട്ടുള്ള ആ ലക്ഷ്യത്തിൽ ആ സമാധാനപൂർണമായിട്ടുള്ള ലക്ഷ്യത്തിൽ മനസ്സിനെ സമ്പൂർണമായിട്ട് ഏകാഗ്രപ്പെടുത്തണം. എന്നിട്ടോ നിങ്ങൾ എന്ത് യുദ്ധവും ചെയ്തോളൂ, ഏത് സമരവും, ഏത് വിപ്ലവ സമരവും. അതെന്താണ്? നിങ്ങളിൽ പോർലയേൽപ്പിക്കില്ല എന്ന് പറയുന്നത്. സമരങ്ങളിൽ ഇപ്പോൾ ഗാന്ധിജി നയിക്കുന്ന സമരം, ഗാന്ധിജി ഈ കാര്യം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് സമരത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുള്ളത്. ഗാന്ധിജി അതാണ് ഈ ഗാന്ധിജിയുടെ ആ സത്യാഗ്രഹം, ആ വലിയ സങ്കല്പത്തെയാണ് നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ് എടുത്ത് പ്രയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഫോഴ്സിന് പറയുന്നത് ട്രൂത്ത് ഫോഴ്സ് എന്നാണ്. അദ്ദേഹം ഗാന്ധിജിയെയാണ് മാതൃകയാക്കിയിട്ടുള്ളത്. നമുക്കറിയാലോ, അദ്ദേഹം ഇവിടെ വന്നത്, ഇന്ത്യയിൽ ഭാര്യ സമേതനായി വന്നതും, രാജ്ഘട്ടിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പോയിട്ടുള്ളതും, ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും, ഇവിടെ ചെലവഴിച്ചിട്ടുള്ളതും, ഒരാഴ്ചക്കാലം ചെലവഴിച്ചിരുന്നു. അപ്പോൾ എന്താണ്? തികഞ്ഞ ശാന്തിയിലാണ്. മൂപ്പരേത് അത്തരം അങ്ങേയറ്റത്തെ സംഘർഷത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് അദ്ദേഹം കൽക്കട്ടയിൽ, ഇവിടെ രാംലീല മൈതാൻ, ഇവിടെ എല്ലാ പരിപാടിയും നടക്കുന്നു ഗംഭീരമായിട്ട്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പ്രസിദ്ധമായിട്ടുള്ള മൗണ്ട് ബാറ്റൻ്റെ പ്രസംഗമുണ്ടല്ലോ, ഈ രാഷ്ട്രം ഏറെ കടപ്പെട്ടിരിക്കുന്ന ഒരു ആൾ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം എന്നിൽ എൻ്റെ നേത്രങ്ങളെ ഈറണണിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മൂപ്പരുടെ ഗംഭീരമായിട്ടുള്ള ഇതുണ്ട്. അത് പറയുമ്പോൾ എഡ്വിന മൗണ്ട് ബാറ്റൻ കർച്ചീഫ് കൊണ്ട് കണ്ണുനീരൊപ്പി എന്നൊക്കെ ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഇവിടെ നമുക്കിപ്പോഴും പലർക്കും അറിയില്ല ആ സമയത്ത്. അപ്പോൾ ഇതിന് ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഭയങ്കരമായിട്ട് വലിയ സങ്കല്പിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടിയ ആൾ കല്യാണത്തിൻ്റെ സമയത്ത് അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ആൾ വല്ല പോലീസ് പിടിച്ചിട്ട് ജയിലിലായതാണോ? അല്ല. അദ്ദേഹം എവിടെയായിരുന്നു? ഗാന്ധിജി കൽക്കട്ടയിലായിരുന്നു. അവിടെയോ ഹിന്ദു മുസ്ലിം ലഹള, വർഗീയ ലഹള കൊടുമ്പിരി കൊണ്ടിരിക്കണം. അദ്ദേഹം കൽക്കട്ടയിൽ ഹൈദരലി മൻസിൽ താമസിച്ചുകൊണ്ട് നമ്മളവിടെയൊക്കെ പോയിട്ടുണ്ട്. കൽക്കട്ടയിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോയി കാണണമെന്നും അവിടെയൊക്കെ അതിലൂടെ ഒന്ന് നടക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ്. സോൾട്ട് ലേക്കിലും. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം, അതുപോലെ രാമകൃഷ്ണ മിഷൻ്റെ, ഇതാണ് 2 കേന്ദ്രങ്ങളാണ് നമ്മളെ ആകർഷിച്ചിട്ടുള്ളത് കൽക്കട്ടയിൽ. പിന്നെ വലിയ നമ്മുടെ ഈ കല, സാഹിത്യ, സിനിമ, ഇതിലൊക്കെ ഉള്ള അധികായന്മാരായിട്ടുള്ള പ്രതിഭകൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. ഫുട്ബോൾ,
പണ്ട് എന്താ മോഹൻ ബഗാനും കുറേ കൽക്കത്ത ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ കോഴിക്കോട് ഈ സ്റ്റേഡിയത്ത് ഈ സേഠ് നാഗജിയും അതും ഇതുമൊക്കെ നടക്കുമ്പോൾ കൽക്കട്ടയായിട്ട് മലയാളിയൊക്കെ നല്ല ബന്ധമാണ്. ഇപ്പോൾ ഉള്ള ബംഗാളികൾ പണിക്ക് വരുന്നത് മാത്രമല്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഗാന്ധിജി അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഈ കലാപത്തിൻ്റെ മുന്നിൽ നിൽക്കുക. ഉപവാസം തുടങ്ങി മൂപ്പര്. എന്താ പറഞ്ഞത്, ഇത് നിങ്ങൾ താഴെ വയ്ക്കാതെ ഞാൻ എൻ്റെ ഉപവാസം അവസാനിപ്പിക്കില്ല എന്നാണ്. അവിടുന്നാണ് ഗാന്ധിജിയെ ആക്രമിക്കുന്നത്. അന്ന് മൂപ്പര് തട്ടിപ്പോണ്ടതായിരുന്നു. വലിയൊരു മുട്ടൻ വടി കൊണ്ട് ഒരാൾ എറിയുമ്പം അദ്ദേഹം തലകുനിയുന്നതാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ്. ഈ തീവ്ര ഹിന്ദുവാദികൾ അദ്ദേഹത്തെ മുഹമ്മദ് ഗാന്ധി എന്ന് വിളിച്ചത് അവിടെ വെച്ചാൽ, തെരുവുകളിലൊക്കെ എഴുതി വെച്ചത് അവിടെ വെച്ചാൽ. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ആഘോഷിക്കുമ്പം ആ ചടങ്ങിൽ പങ്കെടുക്കാതെ വലിയൊരു കലാപഭൂമിയിൽ കലാപകാരികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഒരാൾ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് അതിനെ നേരിടുമ്പം നമ്മൾ ഇനിയും പഠിച്ചിട്ടൊന്നുമില്ല ഗാന്ധിജിയെക്കുറിച്ച്. ഇപ്പോഴും പലർക്കും അതൊക്കെ ഒരു നേരം പോക്ക് പോലെയാണ് പലരും പറയണത്. അവർക്കത് മനസ്സിലാവാത്തതുകൊണ്ട്. ഈ ധർമ്മശാസ്ത്രത്തിലൂടെ വേണം ഗാന്ധിജി ഇത് പരീക്ഷിച്ച ആളാണ്. എങ്ങനെയാണ് ഇത് എൻ്റെ ഈ സമരത്തിൽ ഇതിനനുസൃതമായ ഒരു സമരത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത്. ജനറൽ കരിയപ്പയായിട്ട് ഗാന്ധിജി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഫോഴ്സിന് ഇതിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് അതാ. അങ്ങനെയൊരു ഇതൊരു ലോകത്തിന് പരിചയമില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ മിലിറ്ററി യുദ്ധം ചെയ്യുന്ന അവരുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന. അത് ശരിയോ തെറ്റോ എന്നുള്ള അവരെ സംബന്ധിച്ച് ജോലിയാണ്. സ്വാഭാവികമായിട്ടും ദേശീയത, രാഷ്ട്രത, എൻ്റെ രാഷ്ട്രം എന്നുള്ള ഒരു വലിയൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ മാം അനുസ്മര യുദ്ധ്യച എന്ന് പറയുമ്പോൾ എന്താണ്, ആ സമാധാനപൂർണമായ ലക്ഷ്യത്തിൽ മനസ്സിരുത്തി നമ്മൾ ബാഹ്യമായി ഏത് വിപ്ലവ വഴികളെ സ്വീകരിക്കുന്നതും ധർമ്മം ഇവിടെ സമ്മതം നൽകുന്നു. അങ്ങനെ അതാണ് ഒന്ന് ബാഹ്യമായ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. മറ്റതോ തികച്ചും ബാഹ്യമായ യുദ്ധത്തെ നിരാകരിച്ചുകൊണ്ട് ആന്തരികമായ യുദ്ധം. രണ്ടിലും ഗീത ഒരു മാർഗദീപമായി മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ബാക്കി നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.